നമസ്കാരം. ഫസ്റ്റ് റൗണ്ട് അപ്പിലേക്ക് പ്രധാന വാർത്തകൾ. Today's headlines brought to you by സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടെന്ന വെളിപ്പെടുത്തൽ തള്ളി NK പ്രേമചന്ദ്രൻ. ജോൺ മുണ്ടക്കയത്തിന്റെ വാദം അടിസ്ഥാനരഹിതം. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ചുള്ള വീക്ഷണ മുഖപ്രസംഗത്തിന് പ്രതിച്ഛായയുടെ മറുപടി. ആത്മാഭിമാനമുള്ള ആരും UDF-ലേക്ക് തിരികെ പോകില്ലെന്നും കേരള കോൺഗ്രസ് മുഖപത്രം. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപം പണിത് CPM. സ്മാരകം 2015 ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിൽ. ഉദ്ഘാടകൻ MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 12 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിനും വിലക്ക്. പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം കിട്ടിയെന്ന് സൂചന. സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ അന്വേഷണം. മൊഴിയെടുക്കാൻ രാഹുലിന്റെ അമ്മയും സഹോദരിയും ഹാജരായില്ല. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിലക്കും പിഴയും. നടപടി IPL-ൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ. ഇന്ന് ബാംഗ്ലൂർ ചെന്നൈ നിർണായക പോരാട്ടം. ഉത്തർപ്രദേശിലെ അമേഠിയിൽ വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി KL ശർമ്മ. 40 വർഷമായി അമേഠിയിലെ ജനങ്ങളുമായുള്ള ആത്മബന്ധമാണ് ഈ വിശ്വാസത്തിന്റെ അടിത്തറ. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പിന്തുണ വലിയ ശക്തിയാണ്. എതിരാളികളുടെ ആക്ഷേപ പരാമർശങ്ങളെ മുഖവിലക്കെടുക്കുന്നില്ലെന്നും KL ശർമ്മ മീഡിയ വണ്ണോട് പറഞ്ഞു. അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KL ശർമ്മ മീഡിയ വണ്ണോട് ചേരുന്നു. സർ, आप लास्ट 40 years Amethi आप confident है कैसे है? We are confident on the peoples of the Amethi. They are with me and they are working. आपका ये प्रत्याशी BJP प्रत्याशी सेंट्रल मिनिस्टर है? No, I don't care. I don't care. After the 25 years, non-Gandhi, non-Nehru family member is contesting here. No, previously Captain C. Sharma also fought in 1991 after the death of Rajiv ji. After that, I am contesting in 2024. We journalists consider that it is a recognition of ground level politicians. But BJP leaders insulting you. You already told that they can say what they thought. I don't care. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ രാജ്ഭവനിലെ 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ഗവർണർക്കെതിരെ പരാതി നൽകുന്നതിൽ നിന്ന് വനിതാ ജീവനക്കാരിയെ തടഞ്ഞുവെന്നാണ് കേസ്. കൊൽക്കത്ത പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സോളാർ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചയിൽ LDF പ്രതിനിധിയായി താൻ പങ്കെടുത്തെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി NK പ്രേമചന്ദ്രൻ MP. വെളിപ്പെടുത്തൽ അടിസ്ഥാനരഹിതമെന്നാണ് പ്രേമചന്ദ്രന്റെ വാദം. എന്നാൽ സമരം കൈവിട്ടതിനെക്കുറിച്ച് CPM ജനങ്ങളോട് വിശദീകരിക്കണമെന്നായിരുന്നു മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് CPM ആണെന്നും ഇടതു പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തെന്നുമായിരുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ താൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു സമരം അവസാനിപ്പിച്ച കാര്യം അറിഞ്ഞതെന്ന് പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. ചർച്ച നടത്താൻ LDF തന്നെ നിയോഗിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരണമെന്ന ടൈംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കിയത് താനാണ്. ഇതല്ലാതെ മറ്റൊന്നിലും താൻ പങ്കാളിയായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടോ ഉള്ള കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഗൗരവമുള്ളതാണ്. എന്നാൽ സർക്കാർ ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് സമരം അവസാനിച്ചതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. സമരം കൈവിട്ടതിനെക്കുറിച്ച് CPM ആണ് പറയേണ്ടത്. TP കേസും സോളാർ സമരവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. എന്തിനാണ് TP കേസുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഇത് വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്ലോഗന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന രാഷ്ട്രീയ സമരമാണ്. രണ്ടാണ്. സോളാർ സമരത്തിലെ ഒത്തുതീർപ്പുകൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവ ചർച്ചകൾക്ക് വഴിവെച്ചെങ്കിലും CPM നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. മീഡിയ വൺ, തിരുവനന്തപുരം. UDF-ലേക്ക് ക്ഷണിച്ചുള്ള വീക്ഷണ മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായ.
വീക്ഷണം മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമെന്നാണെന്നും ആത്മാഭിമാനമുള്ള ആരും UDF-ലേക്ക് തിരികെ പോകില്ലെന്നും പ്രതിച്ഛായ മുഖപ്രസംഗത്തിൽ പറയുന്നു. ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞ ശേഷം അറിയാമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിച്ഛായയിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലെ മറുപടി. ആത്മാഭിമാനമുള്ള ആരും UDF-ലേക്ക് തിരികെ പോകില്ല. കേരള കോൺഗ്രസ് എം പോയതോടെ UDF ത്രിതല പഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞു. കേരള കോൺഗ്രസ് എത്തിയതോടെ LDF ചരിത്ര നേട്ടമുണ്ടാക്കി രണ്ടാം തവണയും അധികാരത്തിലെത്തിയെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. മുങ്ങുന്ന കപ്പലിൽ ലൈഫ് ബോട്ട് പ്രതീക്ഷിച്ച് കഴിയുകയാണ് വീക്ഷണം പത്രാധിപർ. കേരള കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നു. KM മാണി ഉൾപ്പെടെയുള്ളവർ UDF-ന് രൂപം നൽകുമ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും വള്ളിനിക്കർ പോലും ഇട്ടിരുന്നില്ലെന്നും വിമർശനമുണ്ട്. KM മാണിയുടെ മരണശേഷം പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരിൽ കോൺഗ്രസ് മുഖങ്ങൾ തിളങ്ങി നിന്നു. വീക്ഷണം പത്രവും പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാർക്കും മിനിമം ചരിത്രബോധം വേണമെന്ന വിമർശനത്തോടെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വിമർശനങ്ങളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള വിവാദങ്ങളൊക്കെ അനുമാനങ്ങളും ഊഹക്കച്ചവടങ്ങളുമാണ്. അപ്പോൾ അറിയാമല്ലോ ആരെവിടെ ആർക്കൊക്കെ എന്തൊക്കെ. അതിനെക്കുറിച്ച് ആ തലത്തിൽ നിന്നുകൂടെ നമുക്ക് സംസാരിക്കാം. കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ UDF-ലേക്ക് ക്ഷണിച്ച് വീക്ഷണം മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരുന്നു. അരക്കില്ലത്തിൽ കിടന്ന് വെന്ത് വെണ്ണീരാകാതെ ജോസ് കെ മാണി പുറത്തുവരണമെന്നായിരുന്നു മുഖപ്രസംഗം. മീഡിയ 1 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൂടാതെ ജില്ലാ ഭാരവാഹികൾ കൂടി പങ്കെടുക്കുന്ന സംയുക്ത യോഗമാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേരുന്നത്. യോഗത്തിന് മുമ്പായി സംസ്ഥാന ഭാരവാഹി യോഗവും കോഴിക്കോട്ടെ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്നു. ലീഗ് സമസ്ത തർക്കത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട നയം, ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള പ്രതിനിധി തുടങ്ങിയ വിഷയങ്ങൾ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ചർച്ചയായി. വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് തിരികെയെത്തി. പുലർച്ചെ 3:30 ദുബായിൽ നിന്നാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തിയത്. നേരത്തെ തീരുമാനിച്ചതിലും 4 ദിവസം നേരത്തെയാണ് മുഖ്യമന്ത്രി തിരികെ എത്തിയിരിക്കുന്നത്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനം. പിരിവ് കൊടുക്കാത്തതിനാൽ ഭക്തരെ ഇളക്കിവിട്ട് BJP നേതാക്കൾ പ്രശ്നമുണ്ടാക്കിയതായി പമ്പ ക്ലോക്ക് റൂം കരാറുകാരന്റെ പരാതി. BJP റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനും പിരിവിനായി എത്തുന്ന CCTV ദൃശ്യങ്ങൾ കരാറുകാരൻ പുറത്തുവിട്ടു. ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നു എന്നാരോപിച്ച് ഇന്നലെ ഏതാനും ആളുകൾ പ്രതിഷേധിച്ചിരുന്നു. BJP റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനും ഇന്നലെ ഉച്ചയ്ക്ക് 1:15 ക്ലോക്ക് റൂമിലെത്തി. ജീവനക്കാരനോട് 25,000 രൂപ പിരിവ് ചോദിക്കുകയും നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ 10,000 രൂപയെങ്കിലും നൽകണമെന്നും പറഞ്ഞു. അല്ലാത്തപക്ഷം വിജിലൻസിൽ പരാതി നൽകി ക്ലോക്ക് റൂം പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് കരാറുകാരൻ സുനിൽകുമാർ പമ്പ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ക്ലോക്ക് റൂമിൽ അടിസ്ഥാന സൗകര്യമില്ലാത്തത് ഭക്തർ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് BJPയുടെ വിശദീകരണം. അല്ല, നമ്മളാരും അവിടെ പോയി പണം ആവശ്യപ്പെട്ടിട്ടില്ല. സ്വാമിമാർ ബഹളം വെച്ചപ്പോൾ സ്വാമിമാരുടെ കാര്യത്തിൽ ഇടപെട്ടതെന്ന് മാത്രമാണ്. BJP നേതാക്കൾ പിരിവ് വാങ്ങാനായി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ കരാറുകാരൻ പുറത്തുവിട്ടു. ദൃശ്യങ്ങളിൽ കരാറുകാരൻ രസീത് എഴുതുന്നുണ്ട്. എന്നാൽ അതേസമയം BJP നേതാക്കൾ ഇത് വാങ്ങുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പമ്പ SHO ഇരു കൂട്ടരെയും ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തും. തുടർന്ന് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നിതിൻ തോമസ്, മീഡിയ 1, പത്തനംതിട്ട. കോഴിക്കോട് പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ പോലീസുകാരനെതിരെ അന്വേഷണം. രാഹുലിന് നാടുവിടാൻ പോലീസുകാരൻ സഹായം നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ജർമ്മനിയിലേക്ക് കടന്ന രാഹുലിന് അവിടുത്തെ പൌരത്വമില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പീഡനത്തിനിരയായ യുവതിയെ വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി സന്ദർശിച്ചു. സ്ത്രീധന പീഡന കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ രാഹുലിന് നാടുവിടാൻ പോലീസിന്റെ സഹായം ലഭിച്ചെന്നാണ് വിവരം. രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ മൊഴിയിൽ നിന്നാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തുന്നത്. രാഹുൽ നാടുവിടാൻ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് പിന്നാലെയാണ് ബംഗളൂരുവിലേക്ക് പോകുന്നത്. ഇതിനായി പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്ന് സഹായം ലഭിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. ഈ സിവിൽ പോലീസ് ഓഫീസറുടെ കോൾ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്.
ബംഗളൂരുവിലെത്തുന്നതുവരെ ഇയാളുടെ സഹായം രാഹുൽ തേടിയെന്നാണ് സൂചന. സ്ത്രീധന പീഡനത്തിനിരയായ യുവതിയെ എറണാകുളം പറവൂരിലെ വീട്ടിലെത്തി വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി കണ്ടു. ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെ എത്തിച്ചേർന്നതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസം ആ പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലെത്തി എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പരിക്ക് പറ്റി കിടക്കുന്ന ആ പെൺകുട്ടിയെ കാണാനും അവൾക്ക് എന്തൊക്കെയോ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്താനും പരാതി കൊടുക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന വിഷയമാണ്. കേസിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ ഹാജരാകാൻ രാഹുലിന്റെ സഹോദരിയോടും അമ്മയോടും പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇരുവരും എത്തിയിട്ടില്ല. ആശുപത്രിയിലാണെന്നാണ് അമ്മ പോലീസിനെ അറിയിച്ചത്. മീഡിയ 1 കോഴിക്കോട്. ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് സംസ്ഥാന പോലീസ് മേധാവി. ജില്ലാ പോലീസ് മേധാവിമാരെ ഡിജിപി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് രൂക്ഷമായി വിമർശിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലായിരുന്നു വിമർശനം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ എസ്പിക്കുമായിരുന്നു ഡിജിപിയുടെ വിമർശനം. ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡിജിപി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഗോപാൽ ശീലാസനൽ ചേരുന്നു. ഗോപാൽ, എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ്? ഉച്ചയ്ക്ക് 1 മണിക്ക് വന്ന ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പിന്റെ ബുള്ളറ്റിൻ പ്രകാരമാണ് സംസ്ഥാനത്ത് 3 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് ആയിരിക്കുമെന്നൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ, അതായത് മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അത് കൂടാതെ തന്നെ മറ്റ് 5 ജില്ലകളിൽ, 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവയും മധ്യ കേരളത്തിലെ എറണാകുളത്തുമാണ് ഈ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള 5 ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാനമായ ഇതേ അറിയിപ്പ് തന്നെയാണ് മറ്റന്നാൾ 20-ാം തീയതിയും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഒരാഴ്ചക്കാലം കടുത്ത മഴയായിരിക്കും, അതിശക്തമായ മഴയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ബുള്ളറ്റിൻ പ്രകാരം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ മഞ്ഞ അലർട്ടും നൽകിയിട്ടുണ്ട്. ഈ പത്തനംതിട്ട, അതിനോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകൾ, 3 ജില്ലകളും മലയോര മേഖലകൾ വളരെയധികമായി ഉള്ള ജില്ലകളാണ്. ഈ ജില്ലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അടക്കം സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ താമസിക്കുന്നവർ കൃത്യമായ ഒരു ജാഗ്രത പാലിക്കണമെന്നും മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ തീരപ്രദേശവാസികളും ഈ കനത്ത മഴ ഉണ്ടാകുന്നതിനോടനുബന്ധിച്ച് ഒന്ന് കണക്കാക്കി ഒരു തയ്യാറെടുപ്പൊക്കെയായി ഇരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉയർന്ന തിരമാലകൾക്കും ശക്തിയേറിയ കാറ്റിനും സാധ്യതയുണ്ട്. ഈ അറിയിപ്പുണ്ടാകുന്നതുവരെയും തമിഴ്നാട്, കേരള തീരങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ശരി ഗോപാൽ. ആശങ്കയുയർത്തി എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പിത്ത വ്യാപനം. വേങ്ങൂർ, മുഴക്കുഴ പഞ്ചായത്തുകൾക്ക് പുറമെ കളമശ്ശേരിയിലും നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് അതീവ ഗൌരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. വേങ്ങൂരിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് പുറമെ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് പഞ്ചായത്ത്. ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഏപ്രിൽ 17-നാണ് വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചത്. മരണം റിപ്പോർട്ട് ചെയ്യുകയും 200-ലധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ജലവിഭവ വകുപ്പിന്റെ കുടിവെള്ള സംഭരണിയിൽ നിന്നാണ് രോഗവ്യാപനം ഉണ്ടായത് എന്നാണ് ആദ്യം ഉയർന്ന ആരോപണം. ഇതേക്കുറിച്ചുൾപ്പെടെ സർക്കാർ തലത്തിൽ അന്വേഷിക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. രോഗപ്രതിരോധ പ്രവർത്തനത്തിന് പുറമെ ചികിത്സാ സഹായവും ആവശ്യപ്പെട്ടിരുന്നു. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനം സംബന്ധിച്ച് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കളമശ്ശേരിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. അപ്പോളോ ടയർസിന്റെ ഓപ്പോസിറ്റുള്ള നിരവധി കടകളിൽ നിന്നും ശീതള പാനീയങ്ങൾ കുടിച്ചവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതെന്നാണ് PHCയിലെ ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അവിടെ നമ്മളൊരു ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കളമശ്ശേരി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. കടകൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ പരിശോധന ഇന്നും തുടരും. മീഡിയ 1 കൊച്ചി. മുട്ടൽ മരമുറി കേസിൽ തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നു. ADGP H. വെങ്കിടേഷിനെ കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയും 2 SP-മാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മരമുറി കേസിലെ അന്വേഷണവും കുറ്റപത്രവും അതീവ ദുർബലമെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം.
മുട്ടിൽ മരമുറി കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഈ മാസം 8-ാം തീയതിയാണ് ക്രൈംബ്രാഞ്ച് DGPക്ക് കത്തയച്ചത്. കേസിൽ സുൽത്താൻ ബത്തേരി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം അതീവ ദുർബലമാണെന്നും തുടരന്വേഷണമില്ലാതെ മുന്നോട്ടു പോയാൽ കോടതിയിൽ തിരിച്ചടിയുണ്ടാകുമെന്നുമാണ് 18 പേജ് വരുന്ന കത്തിന്റെ ഉള്ളടക്കം. മരമുറിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത 43 കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് പോലീസ് കേസിനെ ബാധിക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 16-ാം തീയതി കേസന്വേഷിക്കുന്ന DYSP VV ബെന്നിക്കും അഡ്വക്കേറ്റ് ജോസഫ് മാത്യു കത്തയച്ചിരുന്നു. കേസ് വാദിക്കുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദങ്ങൾ അവഗണിച്ചാൽ കേസിൽ തിരിച്ചടിയുണ്ടാവുമെന്ന വിലയിരുത്തലിലാണ് ADGP അടക്കമുള്ള ഉന്നതോദ്യോഗസ്ഥർ. 2023 ഡിസംബർ 4-നാണ് പ്രത്യേക അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. റിപ്പോർട്ടർ ചാനൽ ഉടമകളും സഹോദരങ്ങളുമായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ. ടിയാനീസ് അലി, മീഡിയ 1, വയനാട്. വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ നിയമനത്തിനായി സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണറുടെ നീക്കം. കോടതിയുടെ അനുമതി വാങ്ങി 2-അംഗ കമ്മിറ്റി രൂപീകരിക്കാനാണ് ആലോചന. രാഷ്ട്രീയ കാരണങ്ങളാൽ സർവകലാശാലകൾ പ്രതിനിധിയെ നൽകുന്നില്ല എന്ന് രാജ്ഭവൻ കോടതിയെ അറിയിക്കും. ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ UGC പ്രതിനിധി മാത്രം മതിയാകുമെന്നതിനാൽ 2-അംഗ കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ നിയമതടസ്സമില്ല എന്ന് രാജ്ഭവന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് ധനവകുപ്പിൽ നിന്ന് ലഭിക്കാനുള്ളത് കോടികൾ. ഇക്കഴിഞ്ഞ ഓണക്കാലം മുതൽ വിപണിയിൽ നടത്തിയ ഇടപെടലിൽ 1525 കോടിയാണ് സപ്ലൈകോയുടെ കുടിശ്ശിക. സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാർക്ക് 700 കോടിയോളം രൂപ നൽകാനുണ്ട്. ഇതേ അവസ്ഥയാണ് തുടരുന്നതെങ്കിൽ സപ്ലൈകോയുടെ ഭാവി അധികം വൈകാതെ തുലാസിലാകും. ഇപ്പോൾ തന്നെ കടത്തിന്മേൽ കടത്തിലാണ് ഓരോ ദിവസത്തെയും പോക്ക്. കോടികൾ കുടിശ്ശിക ഇനത്തിൽ ധനവകുപ്പിൽ നിന്ന് സപ്ലൈകോയ്ക്ക് കിട്ടാനുണ്ട്. സാധനങ്ങളില്ലാത്തതിനു പുറമെ ജീവനക്കാരുടെ ശമ്പളവും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം. സപ്ലൈകോയോട് ധനവകുപ്പിന് ചുറ്റമ നയമാണെന്ന് ഭരണാനുകൂല സംഘടനയും വിമർശിക്കുന്നു. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും പരിഹാരമുണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500 കോടിയെങ്കിലും വേണം. വിതരണക്കാർക്ക് സാധനങ്ങൾ നൽകിയ വകയിൽ കൊടുക്കാനുള്ളത് 700 കോടി. ഇതിൽ പഞ്ചസാര എത്തിച്ചവർക്ക് 100 കോടിയോളം വരും. ഈ തുക മൊത്തം കൊടുക്കാതെ ഇനി പഞ്ചസാര നൽകില്ല എന്ന് വിതരണക്കാർ സപ്ലൈകോയെ അറിയിച്ചിട്ടുണ്ട്. റേഷൻ വാതിൽപ്പടി വിതരണക്കാർക്ക് കൊടുത്ത തുകയിനത്തിൽ 300 കോടി സപ്ലൈകോയ്ക്ക് ലഭിക്കാനുണ്ട്. പ്രതിമാസം ഇതിനായി 21 കോടി രൂപ സപ്ലൈകോ മാറ്റിവെക്കുന്നുണ്ട്. ഈ തുക കൂടി മുടങ്ങിയാൽ റേഷൻ വിതരണവും സ്തംഭനാവസ്ഥയിലേക്ക് പോകും. കൂട്ടിയും കിഴിച്ചും മുൻപോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല സപ്ലൈകോ. ധനവകുപ്പ് അടിയന്തരമായി പണം അനുവദിച്ചാൽ മാത്രമേ സപ്ലൈകോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. സപ്ലൈകോയെ ആശ്രയിക്കുന്ന സാധാരണക്കാരും വലിയ ബുദ്ധിമുട്ടിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1. കൊച്ചിയിൽ മോഡലായ യുവതിയടക്കം 6-അംഗ ലഹരി സംഘം പോലീസിന്റെ പിടിയിൽ. എളമക്കരയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. ഇവരിൽ നിന്ന് കൊക്കൈൻ, MDMA, കഞ്ചാവ് തുടങ്ങിയവ പിടിച്ചെടുത്തു. വനാപ്പുഴ സ്വദേശിയായ മോഡൽ അൽക്ക ബോണിയടക്കം 6 പേരെയാണ് പോലീസ് പിടികൂടിയത്. പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലുള്ളവരാണ് മറ്റുള്ളവർ. ഇവരും മോഡലിംഗുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിലെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മറ്റു 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എളമക്കരയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയത്. ഇക്കഴിഞ്ഞ 13-ാം തീയതി മുതൽ സംഘം എളമക്കരയിലെ ലോഡ്ജിൽ താമസിച്ചു വരികയാണ്. ലഹരി ഇടപാടിന്റെ കണക്ക് പുസ്തകവും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിടിച്ചെടുത്ത പുസ്തകത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ കൂടുതൽ പേർ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. മീഡിയ 1, കൊച്ചി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യ മൊഴിയെടുക്കുക തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. ജിഷ വധക്കേസിൽ പ്രതിയുടെ വധശിക്ഷയ്ക്ക് അനുമതി തേടിയുള്ള സർക്കാരിന്റെ അപേക്ഷയിൽ തിങ്കളാഴ്ച വിധി. അമീറുൽ ഇസ്ലാമിന്റെ കുറ്റവിമുക്തനാക്കണമെന്ന ഹർജിയിൽ വിധി പറയും. തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ കാണാതായ 16-കാരന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ചെറുതുരുത്തി സ്വദേശി ആര്യൻ. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചർ വെൽഫെയർ സഹകരണ സംഘ തട്ടിപ്പിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച്. ഷൊർണൂരിൽ വീട്ടിൽ സൂക്ഷിച്ച 16.5 പവനും 10,000 രൂപയും കവർന്നു. മോഷണം നടന്നത് മുതലിയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിൽ. IPL-ൽ കുറഞ്ഞ ഓവർ നിരക്കിന് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിലക്ക്. ലക്നൌവിനെതിരായ അവസാന മത്സരത്തിലും കുറഞ്ഞ ഓവർ നിരക്ക് വന്നതോടെയാണ് ഒരു കളിയിൽ വിലക്കും 30 ലക്ഷം പിഴയും ചുമത്തിയത്. 2 മത്സരങ്ങളിൽ നേരത്തെ കുറഞ്ഞ ഓവർ നിരക്ക് രേഖപ്പെടുത്തിയിരുന്നു.
IPL ഇന്ന് നിർണായക മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. കൊൽക്കത്ത, രാജസ്ഥാൻ, ഹൈദരാബാദ് എന്നീ ടീമുകൾ ഇതിനോടകം പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട്. പ്ലേ ഓഫിലെ 4-ാമനെ കണ്ടെത്താനുള്ള മത്സരം എന്ന നിലയിലാണ് ഇന്നത്തെ പോരാട്ടം ശ്രദ്ധേയമാവുന്നത്. ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ജയിച്ചാൽ മാത്രം മതി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ: കാരറ്റ് ഗ്രാമിന് 6,820 രൂപ, പവന് 54,560 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ജിൽസി ജയരാജ് ചേരും. നമസ്കാരം.